പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ വലിയ സ്നേഹം ഈ പുതിയ പ്രഭാതത്തിൽ, പുതിയ ദിവസത്തിൽ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഓഗസ്റ്റ് മാസം 17 ഓഗസ്റ്റ് മാസം 17 പഠിക്കുന്ന തിരുവചനം ഏതാ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമാണ്. 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. ഈ വചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവേ ഒരു തീഷ്ണത എന്നിൽ നൽകണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം പഠിക്കാം. പ്രിയപ്പെട്ടവരെ, അതിങ്ങനെയാണ് പറയുന്നത്. The letter of Saint Paul to the Romans chapter 12 verse 11. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. Do not lag in zeal. Be ardent in spirit. Be ardent in spirit. Serve the Lord. അതാണ് കർത്താവ് പറയുന്നത്. ബി ആഡന്റ്, തീഷ്ണതയിൽ ജ്വലിക്കുന്നവരായി, ആത്മാവിൽ ജ്വലിക്കുന്നവരായി നാം മാറണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ കൃപയാണ് കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹത്താൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് കർത്താവിൽ ജ്വലിക്കുന്നവരായി മാറുക. അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൽ ജ്വലിക്കുന്നവരായി, ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു ശുശ്രൂഷകൾ പോലും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ട ഒരു കൃപയിൽ, ആ തീഷ്ണതയിൽ നമുക്ക് തീഷ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതം ആരംഭിക്കാം, ഈ ദിവസം ആരംഭിക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.